ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ ആശ്വാസകരമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം വരുന്നത്. ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിൽ ഒരുപാട് നാടകീയത. ക്ഷുഭിതരായ ഇസ്രയേൽ പാലസ്തീൻ തടവുകാരെ കൈമാറ്റം വൈകിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പി ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ് 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 മുന്ന് ഹായ്. അപ്പൊ പി സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു എസ് കെ എൻ. എന്തോ ഒരു വൈഷമ്യം പോലെ നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എസ് കെ എൻ. കൊതുക് ശല്യം ഉണ്ടോ? സംശയമുണ്ട്. കൊതുക് ശല്യം വല്ലതും ഉണ്ടോ? ഇല്ല, ഒട്ടുമില്ല. നന്നായി. കൊതുക് രഹിത ഭവനത്തിലാണ് താമസിക്കുന്നത് അറിയുമ്പോ വളരെ സന്തോഷം. പറയൂ. ഉയരങ്ങളിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിലാ അല്ലേ? ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫീലിംഗ് വരും. അതുണ്ടാകരുത്. എന്ത് ഫീലിംഗ് ആണ്? ഞാൻ പറഞ്ഞില്ല, അതൊരു സെക്യൂരിറ്റി ഫീലിംഗ്. ഓക്കെ, നന്നായി. ഇൻസെക്യൂരിറ്റി മതി. പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം 15 മാസമായിട്ട് തുടരുകയായിരുന്നു. അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ബന്ദികളെ കൈമാറിക്കൊണ്ടിരിക്കുന്നു, നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ ഇപ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കയറി ബോംബിംഗ് നടത്തി 12 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും മണിക്കൂറുകളിൽ വരുന്നത്. വെസ്റ്റ് ബാങ്കിൽ ടാങ്കുകൾ കയറുകയും 1ഉം 2ഉം വീതം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിന് ബദലായിട്ടാണ് ഈ ബോംബാക്കണമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്തായാലും 12 പാലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു. അത് ഗസയിലല്ല. പക്ഷേ ഗസയിൽ അതിനിടയിൽ വെടിനിർത്തലിനെ തുടർന്നുള്ള ബന്ദികളുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാടകീയമായ രംഗങ്ങളാണ്. ഇസ്രായേലിലെ ഒരു ബന്ദിയെ, 29കാരിയായിട്ടുള്ള സിവിലിയൻ ആയിട്ടുള്ള ബന്ദിയെ കൈമാറിയപ്പോൾ നടന്നത്. അത് സംബന്ധിച്ച് വലിയ ഒരു ക്ഷോഭം ഇസ്രായേലിലുണ്ടായി. കാരണം ആയിരക്കണക്കിന് പാലസ്തീനികൾ തടിച്ചുകൂടി അവരുടെ ബഹളങ്ങൾക്കിടയിലൂടെ ഈ മാസ്ക് ധരിച്ച, ചുവന്ന തലക്കെട്ട് കെട്ടിയ ഹമാസിൻ്റെ പ്രവർത്തകർ തോക്കു ചൂണ്ടിയാണ് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവരെ വല്ലാത്ത രീതിയിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതോടെ ഇസ്രായേലിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇതേ തുടർന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇടപെട്ട് ഈ പലസ്തീനികളായിട്ടുള്ള തടവുകാരുടെ 110 പേരെ കൊണ്ടുപോയിരുന്ന ബസ്സുകൾ തിരിച്ചു പിടിച്ചു. പിന്നീട് മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തും ഖത്തറും അമേരിക്കയും ഇടപെട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സമാശ്വസിപ്പിച്ചത്. അതിനുശേഷം പാലസ്തീൻ തടവുകാരെ വിട്ടയച്ചു. അവരെ വെസ്റ്റ് ബാങ്കിനടുത്തുള്ള രാമള്ള പാലസ്തീൻ ഇതിൻ്റെ പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്ന മുഹമ്മദ് അബ്ബാസൊക്കെ ഇരിക്കുന്ന കേന്ദ്രമാണ്. രാമള്ളയിലെത്തിയപ്പോൾ ആയിരക്കണക്കിന് പാലസ്തീനികളാണ് അവരെ സ്വീകരിച്ചത്. അതിൽ സക്രിയ എന്നുള്ള വളരെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ പോരാട്ടം നയിച്ച ആളാണ്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ജയിലിനുള്ളിൽ, ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ജയിലിനുള്ളിൽ തുരങ്കമുണ്ടാക്കി രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ വീണ്ടും 5 ദിവസം കഴിഞ്ഞപ്പോൾ പിടികൂടി. അദ്ദേഹത്തെയാണ് ഈ 110 തടവുകാർക്കിടയിൽ വിട്ടയച്ചിരിക്കുന്നത്. അപ്പം ഏതായാലും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഒരു വലിയ വിവാദമായിട്ടുള്ള പ്രസ്താവന നിൽക്കുന്നുണ്ട്. 23 ലക്ഷം പാലസ്തീനികൾ ഗസയിൽ നിന്ന് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറിക്കോ എന്നാണ് പറഞ്ഞത്. 2 രാജ്യങ്ങളും ആ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞെങ്കിലും ട്രംപ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. യു ഹാവ് ടു ഡു ഇറ്റ്, അത് ഞങ്ങൾ നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വലിയ ഒരു എന്താ പറയുക, പശ്ചിമേഷ്യയിൽ വല്ലാത്ത ദുരൂഹതയും വല്ലാത്ത സംഘർഷവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിൽ ഉക്രൈനിലും കാര്യങ്ങൾ, ഒരു യുദ്ധം നടക്കുന്ന മേഖല അവിടെയാണല്ലോ. അവിടെ റഷ്യ കിഴക്കൻ ഉക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ റഷ്യയുടെയും വടക്കൻ കൊറിയയുടെയും നിരവധി സൈനികർ കൊല്ലപ്പെട്ട എന്ന വാർത്ത കൂടി വരുന്നു. അവർ പിടിച്ചടക്കാൻ ശ്രമിക്കുന്തോറും വലിയ രീതിയിൽ ഉക്രൈൻ സേന കുഴിക്കുന്ന ചതിക്കുഴികളിൽ വീണ് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു എന്ന വാർത്ത കൂടി വരുന്നു. പുടിനും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൃത്യമായിട്ട് അനധികൃതനായിട്ടുള്ള പ്രസിഡന്റ് എന്നാണ് പുടിൻ പറയുന്നത്. ട്രംപ് ഈ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എസ് കെ പി ജെയിംസ്, നമുക്ക് മറ്റൊരു വാർത്തയ്ക്ക് കൂടി പോകണം. വാഷിങ്ടൺ DC യിലുണ്ടായ ആകാശ അപകടം, വിമാനാപകടം, ശരിക്കും അത് രാഷ്ട്രീയ ആയുധമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. അതിനിടയിൽ പി ജെയിംസ് ഒരു വാർത്ത വരുന്നു, ഇതൊരു തീവ്രവാദി ആക്രമണമാണ് എന്ന രീതിയിൽ വരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? എസ് കെ, അതേക്കുറിച്ച് ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റോ അവരുടെ ഇന്റലിജൻസ് ഏജൻസികളോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ ഈ സംസാരങ്ങളൊക്കെ അവസാന നിമിഷത്തിൽ അപകടം നടക്കുന്നതിന് മുമ്പുള്ള സംസാരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററിലെ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്ന വിമാനത്തെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കൺട്രോൾ ടവറിൽ നിന്ന് ചോദിക്കുന്നതിൻ്റെ
കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതേക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മാസം എടുക്കും പ്രാഥമിക റിപ്പോർട്ട് വരാനായിട്ട്. എന്തായാലും ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വിമാനം ഒരു കനേഡിയൻ വിമാനമാണ്. 10-70 പേർക്ക് കയറാവുന്ന, അതിൽ 64 പേരാണ് ഉണ്ടായിരുന്നത്. 60 യാത്രക്കാരും 4 വിമാന ജീവനക്കാരും. അതിൽ കൂടുതൽ പേരും സ്കേറ്റിംഗ് പരിശീലനത്തിൽ പങ്കെടുത്തു വന്നവരാണ്. കൊല്ലപ്പെട്ടവരിൽ SKN ലോക സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1994 ചാമ്പ്യന്മാരായിട്ടുള്ള റഷ്യയുടെ ദമ്പതികളുണ്ടായിരുന്നു. എന്നുള്ളത് കൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. അവർ അവിടുത്തെ അമേരിക്കക്കാരായിട്ടുള്ള ഐസ് സ്കേറ്റിംഗ് അത്ലീറ്റുകൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വർഷങ്ങളായിട്ട് അമേരിക്കയിലുള്ളവരാണ്. അവരങ്ങനെ നടത്തിയെന്ന് വിശ്വസിക്കാനാവില്ല. കാരണം ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നേരത്തെ ഇവിടെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും ബറാക്ക് ഒബാമയുമെന്നും എയർ ട്രാഫിക് കൺട്രോൾ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, നല്ല സ്റ്റാഫിനെ അവിടെ നിയമിച്ചിട്ടില്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫല്ല അവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫും സിസ്റ്റവും ശരിയായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം അമേരിക്കയുടെ ആകാശത്ത് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഇത് ബൈഡനെയും ഡെമോക്രാറ്റുകൾക്കെതിരെ എടുത്ത് പയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗോണ്ടനാമോ എന്ന വലിയ കുപ്രസിദ്ധമായ ജയിലിൽ, ക്യൂബയിലാണ് ടെററിസ്റ്റുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി വളരെ വലിയ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഗോണ്ടനാമോ വിട്ടുകൊടുക്കും അവിടുത്തെ കുടിയേറ്റക്കാരെ എന്നുള്ള ആരോപണം കൂടി ട്രംപ് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിട്ടുണ്ട്. SKN PP ഒരു പ്രേക്ഷകൻ ഒരു ജെയിംസിന്റെ ഒരു സ്വകാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അബ്ദുൽ നസീറാണ്. 24 വന്നതിന് ശേഷമാണ് PP ജെയിംസ് ഒന്ന് ഗ്ലാമർ വെച്ചത്. അതിനുശേഷം വലിയ അപകടമായിരുന്നു എന്നാ പറഞ്ഞതിന് മുമ്പ്. SKN അതൊന്നും ശരിയല്ല. ഞാൻ എന്നും ഗ്ലാമറായിരുന്നു. മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു അല്ലേ? ഈ ഗ്ലാമർ കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഒരു ബുദ്ധിമുട്ടില്ല. SKN ആൾക്കാർക്ക് എപ്പോഴും ഈ സൗന്ദര്യം കാണുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ? താങ്ക് യു. അതാണ് എപ്പോഴും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അല്ലെ SKN ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഈ ഗ്ലാമർ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ.